കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത കോഴ്സ് തുടങ്ങും. ഒരു പ്ലാസ്മ ഫെറിസ് എന്ന് പറഞ്ഞ ഒരു ഡയാലിസിസ് ഉണ്ട്. അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വേണ്ട അത് കയറ്റേണ്ട, മാതാവ് അവളെ നടത്തിച്ചോളും, അത് ഇത്തിരി റിസ്ക് പിടിച്ചതാണ്, കാരണം ലിവറിനൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് അച്ഛനെ വിളിച്ച് നോക്കാം, അച്ഛനെ നാളെ കാണാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ വിളിച്ച് നോക്കി, പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനെ വന്ന് കാണാം, ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോളെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കൊടുന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ കൈവയ്പ്പ് സൂക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ കണ്ണടച്ച് കാട്ടി. അങ്ങനെ എനിക്ക് കാശുരൂപ അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇവളുടെ കൊന്തയിൽ കയ്യിലിടിക്കാൻ പറ്റുള്ളൂ. ആ കയ്യിലിടിച്ച് ഇതിന് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് പ്ലാസ്മ ഫെറിസ് ഡയാലിസിസ് വേണ്ട, മോള് കാലനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിറ്റിരിക്കാനും നമ്മൾ സഹായം ഉണ്ടെങ്കിലും കൈയും കാലൊക്കെ അനക്കാനും തുടങ്ങി. പിന്നെ 27 ദിവസം ഞങ്ങൾ ICU വെൻറ്റിലേറ്ററിൽ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പം അവളെ 2 കൈയും പിടിച്ച് നടത്തിക്കാനും ഇതിനൊക്കെ നോക്കി. പെട്ടെന്ന് മാതാവ് ഓരോ അനുഗ്രഹങ്ങളാണ് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഓർമ്മ വന്നപ്പോൾ തുടങ്ങി മോള് മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളോട് ചോദിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, മോളെ മാതാവ് കൂടെയുണ്ട്, മോള് പേടിക്കണ്ട, നമുക്ക് ഇത്രയും തന്നില്ലേ, ഇനി മാതാവ് മോളെ നടത്തിച്ചോളും. പിന്നെ മോളെ SSLC ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ SSLC എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം പാരലൈസ്ഡ് കൈയൊന്നും അനങ്ങില്ല, വലത്തെ കൈ അനങ്ങുന്നെങ്കിലും എഴുതുമ്പോൾ പേരൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു, സാരമില്ല, നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം, സ്ക്രൈബ് വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഴുതട്ടെ, കൊല്ലം കളയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് റിക്കവർ ആയതിനു ശേഷം ഇവൾ പറയും, ഞാൻ തന്നെ SSLC എഴുതുമ്പോൾ എൻ്റെ പരീക്ഷ ആരും എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതും, എനിക്ക് മാതാവ് ഇത്രയും തന്നില്ല, അനുഗ്രഹം കൂടി എനിക്ക് മാതാവ് തരും. ഞങ്ങൾ